ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പഴയ മോഡൽ ഫോണുകളാണ്. ആൻഡ്രോയിഡ് വേർഷൻ 10 താഴോട്ടുള്ള ഫോണുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇതുപോലെ switch2youtube.com എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഫോണിലുണ്ട് എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും ആ ഒരു ഫോണിൽ വീണ്ടും നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കണമെങ്കിൽ എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഴയ മോഡൽ ഫോണുകൾ, അതായത് ആൻഡ്രോയിഡ് വേർഷൻ 10 താഴോട്ടുള്ള ഫോണുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നിലവിൽ യൂട്യൂബ് അപ്ഡേറ്റ് അനുസരിച്ച് പുതിയ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് കൊണ്ട് ഈ പുതിയ വേർഷൻ ഒന്നും നമുക്ക് ഈ ഒരു പഴയ ഫോണിലോട്ട് സപ്പോർട്ട് ആവാത്ത വിഷയമാണ് അധികമായിട്ടുണ്ടായിട്ട് ഈ ഒരു switch2.com എന്നുള്ള switch2youtube.com എന്നുള്ള ഈ ഒരു വിഷയം വരുന്നത്. അപ്പോൾ പഴയ വേർഷൻ ആയതുകൊണ്ടാണ് നിങ്ങളെ ഫോണിൽ യൂട്യൂബ് വർക്ക് ആവാത്തതെന്ന് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് എബൌട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏതാണ് നിങ്ങളുടെ ഫോണിൻ്റെ വേർഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആദ്യമായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ വേർഷൻ ആൻഡ്രോയിഡ് 10 ആണോ അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ടാണോ എന്ന് നോക്കുക. താഴോട്ടാണ് എങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഫോണിൽ വരും. ഇനി ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോണിൽ വീണ്ടും നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക എന്നുകൂടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് ആണോ എന്ന് നോക്കുക. നിങ്ങൾ ആൻഡ്രോയിഡ് 10 വേർഷൻ്റെ മുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷവും നിങ്ങൾക്ക് ഇത് വർക്ക് ആവുന്നില്ല എങ്കിൽ പഴയ ഫോണുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ ഫോണുകളിലാണ് ഈ ഒരു വിഷയം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് യൂട്യൂബ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് സാധ്യമല്ല. നമുക്ക് ക്ലിയർ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആപ്പ് ഇൻഫോ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഐയുടെ ഐക്കൺ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലിയർ ക്യാച്ചും ക്ലിയർ ഡാറ്റയും കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഈ സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ക്യാച്ചും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും ചെയ്യാൻ സാധിക്കും. കാണിച്ചു തരാം. ഇവിടെ ക്ലിയർ ക്യാച്ചും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിനകത്ത് വന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ക്ലിയർ ആയിക്കൊണ്ട് കുറച്ച് നേരം നമുക്ക് യൂട്യൂബ് വർക്കാവും. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും. സ്ഥിരമായിട്ട് നമുക്ക് ഇതുപോലെ അപ്ഡേഷൻ നിന്ന ഫോണിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോമാണ് നിങ്ങളെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ അതിനായിട്ട് ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു സെർച്ച് ബാറിലായിക്കൊണ്ട് നിങ്ങൾക്ക് youtube.com എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ youtube.com എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ റിസൾട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് യൂട്യൂബ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇത് നമ്മുടെ ബ്രൗസറാണ്, ഇത് യൂട്യൂബ് അല്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് 3 ഡോട്ട് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലായിക്കൊണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഹോം സ്ക്രീനിൽ ഈ ഒരു യൂട്യൂബിൻ്റെ ഐക്കണിൽ തന്നെ കിടക്കണം എന്നുണ്ടെങ്കിൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ആഡ് ടു ഹോം സ്ക്രീനിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കുക. ഞാനിവിടെ യൂട്യൂബ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഹോം സ്ക്രീനിൽ യൂട്യൂബ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ, ഇതുപോലെ ഒരു യൂട്യൂബ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് പകരം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുള്ള സെർച്ച് ബാർ ഉണ്ട്. ഇനി നമുക്ക് ജിമെയിൽ ID ഒന്നിൽ കൂടുതലുണ്ട് എങ്കിൽ ജിമെയിൽ ID ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് ടു അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അങ്ങനെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററി കാണാൻ വേണ്ടി സാധിക്കും, ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ നിങ്ങളെ വാച്ച് ലേറ്ററും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാനും ഇതിലൂടെ നിങ്ങൾക്ക് യൂട്യൂബ് കാണാനും സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞ ഫോണുകളിൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് യൂട്യൂബ് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അപ്ഡേഷൻ നിന്ന് ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.